ഇന്ത്യയിൽ മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു മോഡിഫിക്കേഷൻ. കേരളത്തിൽ ഇത് ലീഗലാണെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളിത് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിട്ട് പണി കിട്ടും. സോണിയുടെ സ്റ്റാർ വിസ് 2 എന്ന് പറയുന്നൊരു ലെൻസാണ്. എവിടെ പോയി എന്തൊക്കെ ഉടായ്പ കാണിച്ചു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇന്ത്യയിൽ മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു മോഡിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ BMW 3 സീരീസിൽ ചെയ്തിരുന്നു. അപ്പം അത് കണ്ടിട്ട് നമ്മുടെ ലിജോ അവൻ്റെ വണ്ടിയിലും, അതായത് അവൻ്റെ ഗ്ലാൻസയിലും അതേ സെയിം ഒരു മോഡിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് വെള്ളം വെച്ചു. അപ്പം നമ്മുടെ കേരളത്തിൽ ഇത് ലീഗലാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും നിങ്ങളിത് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിട്ട് പണി കിട്ടും. അപ്പോൾ ആ ഒരു സാധനം എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അതെ, നമ്മളിതാണ്ട് നമ്മുടെ ഏറ്റവും പുതിയ 70mm ഒരു ഡാഷ് ക്യാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഉള്ളൊരു മോഡലാണ്. അപ്പോൾ ഇത് അടിപൊളി ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ക്യാമറയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവരുടെ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഗ്ലാൻസ്, ഇതിപ്പം നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 4 സിലിണ്ടർ വെഹിക്കിളിൽ ഒന്നാണ് നമ്മുടെ ടൊയോട്ടയുടെ ഗ്ലാൻസ്, അല്ലെങ്കിൽ മാരുതിയുടെ ബലീനോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. ആ 4 സിലിണ്ടർ സ്മൂത്ത്നെസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മൈലേജ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് ഈ വണ്ടി എല്ലാവർക്കും സജസ്റ്റ് ചെയ്തെന്നുള്ള ഒരു മൈലേജ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ മൈലേജും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ ഗ്ലാൻസയുടെ ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് എനിക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സീറ്റാണ്. അപ്പോൾ ശരിക്കും നിങ്ങളൊരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് നോക്കുകയാണ്, ഒരു ഫസ്റ്റ് കാറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഇതവൻ്റെ ഈ വേരിയൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബേസ് വേരിയൻറ്റ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ഇപ്പം നമ്മൾ ആ ഒരു ഡാഷ് ക്യാം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കിതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ബേസ് വേരിയൻ്റാണ്. ഇത് പിന്നെ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ഈ സിസ്റ്റം കണ്ടോ, ഇതിൻ്റെ അകത്ത് ബേസ് വേരിയൻ്റ് ഉൾപ്പെടെ വരുന്നതാണ്, അതായത് ഓട്ടോമാറ്റിക് AC. അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ വരുന്ന വേറെ സാധനം കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, പ്രൊജക്ടർ ഹെഡ് ലാമ്പും ഉണ്ട്. ലൈക്ക് ഓട്ടോമാറ്റിക് ACയും കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു ഗുഡ് ടച്ചാണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള ഈ വേരിയൻ്റ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ആഡ് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ഡാഷ് ക്യാം ഓണായിട്ടുണ്ട് 70mm. അതൊരു അടിപൊളി സാധനം കേട്ടോ, ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇത് ഫുൾ റിവ്യൂ ചെയ്താണ്. ഇതുണ്ടോ, 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹയർ RPMസിൽ കയറുമ്പോൾ എന്ത് സ്മൂത്താണെന്ന് നോക്കി. വണ്ടി ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരൊരു ഫോട്ടോ എടുത്തൊരു സൗണ്ട് ഞാൻ കേട്ടു. വളരെ സ്മൂത്താണ്. ഇതിപ്പോൾ ഞാൻ കുറേ ആക്സലേഷൻ ടെസ്റ്റും ബ്രേക്ക് ടെസ്റ്റും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും 15.7 കിലോമീറ്റർ ആവറേജ് മൈലേജ് കാണിക്കുന്നത്. അത് ഞങ്ങൾ കൊച്ചി ടൗണിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇവനൊരു ലോങ് പോവാണ്, മൈലേജ് കിട്ടാൻ വേണ്ടി ഓടിച്ചാൽ നമുക്കൊരു 20 കിലോമീറ്റർ 19 കിലോമീറ്റർ കിട്ടും. ഇനിയിപ്പം നോർമൽ ഒരു സിനാരിയിൽ പോവുകയാണെങ്കിൽ ഒരു 17-18 കിലോമീറ്റർ ആവറേജ് മൈലേജ് നമ്മുടെ ഗ്ലാൻസ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് വളരെ സ്മൂത്താണ്. നമുക്ക് ഈസി ടു ഹാൻഡിലാണ്. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയാലും ഇവനൊന്നും വരാനില്ല. ഇവനൊരു റീസെയിൽ വാല്യൂ തന്നെ, ടാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ അത്യാവശ്യം റീസെയിൽ വാല്യൂ ഒക്കെ കിട്ടുന്ന ഒരു മോഡലാണ്. ഒരു ടാങ്ക് പോലെ അവൻ കിടന്നോളും. റിലയബിലിറ്റി ഉണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നല്ല ഒരു വെഹിക്കിൾ തന്നെയാണ് ഈ ഒരു ഗ്ലാൻസ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു ഡാഷ് ക്യാം പരിചയപ്പെടുത്തി തരിക എന്നുള്ളത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് റിവ്യൂ. അപ്പോൾ ഞാൻ ആ സൈഡിൽ നിന്ന് മാറി നിങ്ങൾക്ക് ക്യാമറ പരിചയപ്പെടുന്നതിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ 70mm A510 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡലാണ്. അവർക്ക് നേരത്തെ 500 ഉണ്ടായിരുന്നു തോന്നുന്നു. ഇത് 510 ആണ്. ഇതിൻ്റെ പ്രത്യേകത സോണിയുടെ സ്റ്റാർ വിസ് 2 എന്ന് പറയുന്നൊരു ലെൻസാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റി ഉള്ള വീഡിയോസ് കിട്ടുന്നത്. ഇതൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. 3 ക്യാമറ സെറ്റപ്പ് അല്ല, 2 ക്യാമറ. ക്യാബിൻ ക്യാമറ വരുന്നില്ല. ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കിലും 2 സിസ്റ്റമായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇവർ 3Kയുടെ റെക്കോർഡിംഗ് വരുന്നുണ്ട്, അതായത് 3K സെൻസർ വരുന്നുണ്ട്. ഹൈ HDR ആണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ വരുമ്പോൾ 180p ആണ് വരുന്നത് കേട്ടോ. പക്ഷേ ഇത് രണ്ടും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അവരുടെ ഒരു ആപ്പ് ഞാൻ കാണിച്ചു തരാം. ആപ്പ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറെ വരുന്നൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ADAS സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ADAS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓട്ടോമാറ്റിക്കലി ലെയിൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലെയിൻ നോക്കിയിട്ട് ലെയിൻ മാറുമ്പോൾ വാണിംഗ് തരും. എമർജൻസി ഫ്രണ്ടിൽ ഏതെങ്കിലും കൊലീഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു വാണിംഗ് തരും. വാണിങ്സ് ഉണ്ടാകത്തുള്ളൂ, കൺട്രോൾസ് ഇല്ല. കാരണം വെഹിക്കിൾ ഇൻ്റഗ്രേറ്റഡ് അല്ല. വാണിങ്ങും കാര്യങ്ങളൊക്കെ ADASൻ്റെ ഫീച്ചേഴ്സായിട്ട് അവൻ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും ഇവർ പറയുന്നൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു റിയൽ HDR സ്റ്റാർ വിസ് 2 എന്ന് പറഞ്ഞ സാധനം വരുമ്പോഴത്തേക്കും ഇത് ശരിക്കും റിയൽ HDR ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. അതായത് ഇപ്പോൾ രാത്രിയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് വെട്ടം അടിച്ചാൽ പോലും ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ കുറച്ച് വിഷ്വൽസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കാണിച്ചു തരാം.
അതുപോലെ തന്നെ ഫ്രണ്ട് വരുന്നത് 60 frames per second ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ഒരു GPS വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വണ്ടി ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയി എന്തൊക്കെ ഉടായ്പ് കാണിച്ചു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഈ GPS ലോഗിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ പറ്റും. അതല്ല ലൈക്ക് ഇറ്റ്സ് ഫോർ എ സേഫ്റ്റി പർപ്പസ് ഓൾസോ നമുക്ക് GPS-ൻ്റെ അകത്ത് അറിയാൻ പറ്റും. പിന്നെ ഇതിനൊരു അടിപൊളി ഒരു ആപ്പ് വരുന്നുണ്ട്. ആ ആപ്പിൻ്റെ അകത്തോടെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മളിപ്പോൾ ആപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ആപ്പിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ പിന്നെ ഈ ക്യാമറയുടെ വർക്കിംഗ് ഓഫ് ആകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വളരെ ക്വാളിറ്റികളാണ്. ഇതിപ്പോൾ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തിട്ട് അതും കൂടെ നമ്മൾ കാണിച്ചു തരാം എത്ര ക്വാളിറ്റി. ഇപ്പോൾ ആൽബത്തിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എമർജൻസി വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊലീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ഒരു കൊലീഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൊലീഷന് തൊട്ട് മുമ്പുള്ള ഒരു 5 സെക്കൻഡും കൂടെ ഇതിൻ്റെ അകത്ത് വീണ്ടും അഡീഷണൽ എമർജൻസി വീഡിയോയ്ക്കകത്ത് വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ക്വാളിറ്റി ഉണ്ട് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ വിഷ്വലിൻ്റെ ക്വാളിറ്റി കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ നമ്മളൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഏത് ലൊക്കേഷനിലാണ് വണ്ടി നിന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ക്വാളിറ്റി കണ്ടോ 3K ആണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര അടിപൊളി ക്വാളിറ്റി കേട്ടോ. എനിക്ക് തോന്നുന്നു ആ സോണിയുടെ സ്റ്റാവിസ് 2 ലെൻസ് എന്ന് പറഞ്ഞാൽ ലെൻസ് ഉണ്ടോ ആ നമ്പർ വരെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെൻസ് എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മറ്റേ HDR എന്ന് പറഞ്ഞ് പല കമ്പനികളും ക്യാമറ ഇറക്കുന്നുണ്ടെങ്കിലും ഇത്രയും ക്വാളിറ്റി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരാണ് ഇന്ത്യയിലെ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് കമ്പനി. അതുകൊണ്ട് തന്നെ ഇവരാണ് ഇന്ത്യയിലെ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് ഡാഷ് ക്യാം. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർക്കാണ്. ഇവരുടെ സർവീസ് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് ജിട്രോൺ തന്നെയാണ് കേട്ടോ. 1 കൊല്ലത്തേക്കുള്ള വാറണ്ടിയും സർവീസ് അവൈലബിൾ ആണ്. സർവീസ് ചെയ്യുന്നത് നമ്മൾ വണ്ടിക്കകത്ത് വെച്ചില്ല BMW നെക്സ്റ്റ് ജിട്രോൺ. ഇത് 70Mi ലൈക്ക് ഇത് മറ്റേത് അവരുണ്ടാക്കുന്നു. ഇവരാണ് നെക്സ്റ്റ് ജിട്രോൺ ആണ് ഈ 70miയുടെ ലൈക്ക് ഡീലർ. ദിസ് ഈസ് ഓൾസോ എ ഗുഡ് ക്യാമറ. അല്ലെങ്കിൽ നല്ല ക്യാമറ, നല്ല ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതിലും പ്രൈസ് ഞാൻ വെച്ച 4K ആണ്, ഇത് 3K ആണ്. ഇതിന് നല്ല പ്രൈസ് വേരിയേഷൻ ഉണ്ട്. ഇതിനായിട്ട് 12,000 രൂപ 13,000 രൂപ എങ്ങാണ്ടാണ് ഇപ്പോൾ പ്രൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് റിയലി ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ്. ഇനി നിങ്ങൾക്ക് ഇതല്ല കുറച്ചുകൂടെ ബേസ് ടൈപ്പ് വേരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതും 70miക്ക് അവൈലബിൾ ആണ്. പക്ഷേ വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വെച്ചോളൂ. ദിസ് ഈസ് ലൈക്ക് എ ഗുഡ് മസ്റ്റ് ഹാവ് മോഡിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോട്ട് കാണിക്കാനായിട്ട് ഇവരുടെ ഒരു PDF എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ PDFിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് 70miയുടെ സോണിയുടെ സ്റ്റാവിസ് 2 എന്ന് പറഞ്ഞ ലെൻസ് വരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. HDR വരുമ്പോഴുള്ള വ്യത്യാസം എന്താണ്ട് കൃത്യമായിട്ട് അവരൊരു പിക്ചറിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. എഡാസിൻ്റെ അകത്ത് ലെയിൻ ഡിപ്പാച്ചർ വരുന്നുണ്ട്. ഫ്രണ്ട് വെഹിക്കിൾ സ്റ്റാർട്ടും ഫ്രണ്ട് വെഹിക്കിൾ കൊളീഷൻ ഡിറ്റക്ഷനും പറയുന്നുണ്ട്. GPS വരുന്നുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ എമർജൻസി വീഡിയോ റെക്കോർഡിംഗ് ഫ്രണ്ടിലത്തെ റെക്കോർഡിംഗ് കൂടെ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ മറ്റേ നെക്സ്റ്റ് ജിട്രോൺ നമ്മൾ ചെയ്തപോലെ തന്നെ ഒരു പാർക്കിംഗ് സർവൈലൻസ് ഉണ്ട്. അതൊരു അഡീഷണൽ കിറ്റാണ്. പക്ഷേ ഇതിൻ്റെ അധികം മേടിച്ചില്ല. കാരണം പാർക്കിംഗ് സർവൈലൻസ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചിലപ്പോൾ ഡ്രെയിൻഡ് ആവും. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ബാറ്ററി ഡ്രെയിനേജ് കുറച്ചുകൂടെ നോക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ലൂപ്പ് റെക്കോർഡിംഗ് ആണ്. ഓട്ടോമാറ്റിക്കലി അവർ ലൂപ്പായിട്ട് തന്നെ റെക്കോർഡ് ചെയ്തോളും. ആപ്പ് നമ്മൾ യൂസ് ചെയ്ത ആപ്പുണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ ഫീച്ചേഴ്സിലേക്ക് നിങ്ങൾ ടെക്നിക്കൽ ഫീച്ചേഴ്സ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതുകൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള നോ ഹൗസ് അറിയാം. ഉണ്ടല്ലോ.